ഫ്രാങ്കും ധൈര്യമായ ചെറിയ കുരുവിയും. ഒരു ശാന്തമായ രാവിലെയായിരുന്നു. ആകാശം നീല നിറത്തിൽ തിളങ്ങി നിന്നു. സൂര്യന്റെ മൃദുവായ പ്രകാശം വീഥിയിലൂടെ വീണു. 9 വയസ്സുള്ള ഫ്രാങ്ക് തന്റെ സ്കൂളിലേക്ക് മന്ദഗതിയിൽ നടക്കുകയായിരുന്നു. സാധാരണയായി അവന് സ്കൂളിൽ പോകുന്നത് ഏറെ ഇഷ്ടമായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും കൂട്ടുകാരോടൊപ്പം കളിക്കാനും അവന് സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി അവന്റെ മനസ്സ് അല്പം മങ്ങിയിരുന്നു. അവൻ വരച്ച ചിത്രങ്ങൾ അവൻ മനസ്സിൽ ചിന്തിച്ചതുപോലെ സുന്ദരമാകുന്നില്ലെന്ന് തോന്നി. ഗണിത പരീക്ഷയിൽ അവന് പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് കിട്ടിയില്ല. എനിക്കിതൊന്നും ശരിയായി ചെയ്യാൻ കഴിയുന്നില്ലേ എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ വഴിയരികിലെ ഒരു വലിയ വൃക്ഷത്തിന്റെ താഴെ എന്തോ ചെറുതായി ചലിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ കുരുവി നിലത്തുനിന്ന് മുകളിലെ ഒരു കൊമ്പിലേക്ക് പറക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുരുവി ചിറകുകൾ ശക്തമായി അടിച്ചു. കുറച്ചുയരത്തിലെത്തി. പിന്നെ വീണ്ടും താഴേക്ക് വീണു. അത് വീണ്ടും ശ്രമിച്ചു. വീണ്ടും വീണു. ഫ്രാങ്ക് നിൽക്കുകയായിരുന്നു. അവൻ അതിനെ ശ്രദ്ധിച്ചു നോക്കി. കുരുവി കോപിച്ചില്ല. അത് നിരാശയായി നിലത്ത് കിടന്നില്ല. ഓരോ തവണയും അത് വീണ്ടും എഴുന്നേറ്റ് ചിറകുകൾ അടിച്ചു. ഓരോ ശ്രമത്തിലും അതിന്റെ ഉയരം അല്പം കൂടി. അവസാനം പല ശ്രമങ്ങൾക്കു ശേഷം കുരുവി കൊമ്പിലേക്കെത്തി. കുറച്ചു നിമിഷം അത് തുലനം പിടിക്കാൻ ശ്രമിച്ചു. പിന്നെ ആത്മവിശ്വാസത്തോടെ ആകാശത്തേക്ക് പറന്നു. ആ കാഴ്ച ഫ്രാങ്കിന്റെ മനസ്സിലൊരു മാറ്റമുണ്ടാക്കി. കുരുവി വലിയ പക്ഷിയല്ല. അതിന് ശക്തിയേറിയ ചിറകുകളുമില്ല. പക്ഷേ അത് ശ്രമം നിർത്തിയില്ല. വീണെങ്കിലും വീണ്ടും എഴുന്നേറ്റു. അതുകൊണ്ടാണ് അത് വിജയിച്ചത്. ഞാനും ശ്രമം നിർത്തരുത് എന്ന് ഫ്രാങ്ക് മനസ്സിലുറച്ചു. ആ ദിവസം സ്കൂളിൽ ഫ്രാങ്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ഗണിതത്തിലെ തെറ്റുകൾ കണ്ടാൽ അവൻ ഉടനെ തിരുത്തി. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടുതൽ സമയമെടുത്തു. പിഴവുകൾ വന്നാലും അവൻ കൈവിടാതെ വീണ്ടും ശ്രമിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. അവന്റെ ചിത്രങ്ങൾ മെച്ചപ്പെട്ടു. ഗണിത മാർക്കുകളും ഉയർന്നു. അതിലുപരി അവന്റെ ആത്മവിശ്വാസം വളർന്നു. ഇപ്പോഴവന് മനസ്സിലായി, വിജയം എന്നത് ഒരിക്കലും വീഴാതിരിക്കുകയെന്നല്ല, വീണാൽ വീണ്ടും എഴുന്നേൽക്കാൻ പഠിക്കുകയാണ്. എപ്പോൾ മനസ്സ് മങ്ങിയാലും ഫ്രാങ്ക് ആ ചെറിയ ധൈര്യമായ കുരുവിയെ ഓർക്കും. അവൻ മനസ്സിലാക്കി, ശ്രമം നിർത്താത്തവർക്ക് വിജയമെന്ന കൊമ്പ് ഒരു നാൾ ലഭിക്കും.